ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇടയ്ക്ക് അറിയരുത്. ഇത് ബഹളമായി. കാരണം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ചതിച്ചതിന് ആദ്യം മാപ്പ് പറയണം. ആദ്യം മാപ്പ് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാമോ എന്ന് എന്നോട് ചോദിച്ചാൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കല്ലടിച്ച് ഞാൻ പറിക്കും. കൂടിപ്പോയില്ലേ? ഇനി എന്തിനാടോ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി വിടുന്നത്? ഇങ്ങനെ കള്ളക്കഥ ഉണ്ടാക്കാൻ കിടന്നാലും പോയി ചാകുന്നതാടോ. ഇറങ്ങി പോകുന്നു പറഞ്ഞു. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്, സാർ എനിക്ക് വേണം, തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. എല്ലാരും വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂരാണ്, കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഈ ക്ലാസ് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് തൃക്കാക്കര ജയിക്കാൻ പറ്റും. നന്നായിട്ടുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. വെയിറ്റ് ചെയ്യ്, മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല, ഞാൻ പറയുന്നത് മിടുക്കനായിരുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. പതുക്കെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി. ഞാൻ പറയുന്നത് ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഞാൻ തന്നെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.